കേരള ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന അടൂർ ഭാസിയുടെ നാമത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അടൂർ ഭാസി ആരാണ് എന്ന് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും അടൂർ ഭാസിയുടെ പ്രവർത്തന മേഖലകൾ സംവിധായകനായും അതുപോലെ തന്നെ തിരക്കഥാകൃത്തായും ഒക്കെ ഉള്ളത് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അടൂർ ഭാസി കൾച്ചറൽ ഫോറം. എല്ലാ വർഷവും പ്രൊഫഷണൽ നൃത്തമത്സരം സംഘടിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യവും പ്രൊഫഷണൽ നൃത്തമത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം ഒരു പുതുമ എന്ന് പറയുന്നത് നവാഗത സിനിമാ പുരസ്കാരമാണ്. ഈ വർഷത്തെ പരിപാടികൾ ആരംഭിക്കുന്നത് മെയ് 14 മുതൽ ആണ്. 14 മുതൽ 20 വരെയാണ്. 14 മുതൽ 20 വരെ VJT ഹാളിൻ്റെ കളിത്തട്ടിൽ 32ഓളം പ്രതിഭകൾ നൃത്തമത്സരത്തിൽ മാറ്റുരയ്ക്കുന്നു. 20-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഡാൻസിൻ്റെ മെഗാ ഫൈനലും അതോടൊപ്പം സിനിമ ടെലിവിഷൻ പുരസ്കാര വിതരണവും നടക്കും. എല്ലാ കലാസ്നേഹികളെയും ഈ 2 പരിപാടികളും വിജയമാക്കുവാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അടൂർ ഭാസി കൾച്ചറൽ ഫോറത്തിൻ്റെ 6ാമത് വാർഷികമാണ് ഈ 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നടക്കുന്ന നൃത്തോത്സവത്തിനോട് സമാപനമായി ആഘോഷിക്കുന്നു. വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ്. ഇന്നലെ വരെ ടെലിവിഷൻ അവാർഡ് മാത്രമായിരുന്നു ഈ കൾച്ചറൽ ഫോറം കൊടുത്തിരുന്നത്. പക്ഷേ ആദ്യമായി സിനിമ രംഗത്തേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യമായി നാടകത്തിന്, 2ാമത് മിമിക്സ് പരേഡിന്, 3ാമത് നൃത്തത്തിന്. ഓരോ വർഷങ്ങളിലും വിവിധ കലകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന അടൂർ ഭാസി കൾച്ചറൽ ഫോറം വരും വർഷങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ 25ാം ചരമവാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കേരളം ഒട്ടാകെ തന്നെ വളരെ ശക്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ ഫോറം മുന്നോട്ട് പോകുന്നത്. ഈ പരിപാടിക്ക് 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നടക്കുന്ന പരിപാടിക്ക് നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ വിനയപൂർവ്വം പ്രതീക്ഷിക്കുകയാണ്.